ഹലോ നമസ്കാരം. ഇത് നിങ്ങൾക്കുള്ള ഒരു 3 കാർഡ് ടൈംലെസ് ടാരോ ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു സുപ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, ഒരു ഘട്ടത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുകയാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ മാറ്റങ്ങളോടും കൂടിയ പുതിയ അധ്യായങ്ങളോട് കൂടിയ ഒരു എന്താ പറയേണ്ട ഘട്ടം, അതിലേക്കാണ് നിങ്ങൾ ഇനി കടക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഇൻ ബിറ്റ്വീൻ സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞു പോയ കാലത്തിനെ സംബന്ധിച്ച് ഓക്കെ, ഒരു ഒരു നിരാശ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് കഴിഞ്ഞു പോയതിനെ ബന്ധപ്പെട്ട് അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. ആ ഒരു കാലം, ആ ഒരു കഴിഞ്ഞു പോയ ഘട്ടം ഉണ്ടല്ലോ, അതിന് അത്രയും നാളെ നിങ്ങളുടെ ലൈഫിൽ നിൽക്കാൻ പാടുള്ളതായിട്ടുള്ളൂ. ഓക്കെ, അതിന്റെ ആ ഒരു പർപ്പസ് അവിടെ കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഇതിനേക്കാളും മികച്ചത്, ഇതിനേക്കാളും വ്യത്യസ്തമായ കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിങ്ങളുടെ ഫേറ്റിലുള്ളതാണ്, നിങ്ങളുടെ വിധിയിലുള്ളതാണ്. ഓക്കെ, യൂണിവേഴ്സിന്റെ പ്ലാനിൽ ഇതുള്ളതാണ്, ഈ ട്രാൻസിഷൻ ഉള്ളതാണ്. അപ്പൊ അതിങ്ങനെ നടന്നു എന്ന് മനസ്സിലാക്കുക. ഈ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഒരു നിങ്ങളായിരിക്കുന്ന ആ ഒരു ഘട്ടം അവസാനിക്കുകയും പുതിയൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കേണ്ടതായിട്ടും വരും. ഏതെങ്കിലും ഒരു രീതിയിൽ അത് സംഭവിക്കുമായിരുന്നു. അത് ഈ രീതിയിൽ ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആ രീതിയിൽ സംഭവിച്ചു എന്ന് മാത്രം. അതിന് വേറെ ഒരു തരത്തിലും എന്താ പറയാ, ഒരു വേറൊരു എക്സ്ക്യൂസ് ഒന്നും കണ്ടെത്താൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ മൂലമാണ് ഈ ഒരു അവസാനം ഉള്ളത് എങ്കിൽ പോലും ആ വ്യക്തിയോട് വെറുപ്പ് വെച്ചിരിക്കരുതെന്ന് പറയുന്നു. എന്തെന്ന് വെച്ചാല് ആ വ്യക്തിയെ കൊണ്ട് ആ ചെയ്യിച്ചതും ഒരു തരത്തിൽ ഡിവൈൻ പ്ലാൻ ആണ്. ഓക്കെ, കാരണം നിങ്ങൾ എവിടെ ആയിരിക്കുന്നോ അവിടെ അല്ല നിങ്ങളുടെ ലോങ് ടേം. നിങ്ങൾ അതിനേക്കാൾ കുറച്ചും കൂടെ നല്ല ഒരു സിറ്റുവേഷനിലേക്ക്, നല്ലൊരു ഫേസിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറേണ്ടതുണ്ട്. ആ ഒരു മാറ്റം നിങ്ങൾ ആ ആയിരിക്കുന്നിടത്ത് ഒരു തടസ്സങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ആയിരിക്കുന്ന സ്ഥലത്ത് അവിടെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. കാരണം നിങ്ങളവിടെ കംഫർട്ടബിൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളത് അതിനേക്കാളും ഉയർന്ന, അതിനേക്കാളും മികച്ച ഒരു ജീവിതമാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ആ ഒരു ഘട്ടത്തിൽ നിന്ന്, ആ ഒരു അധ്യായത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത്. അതിനാ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തികൾ കാരണക്കാരായി എന്ന് മാത്രം. അത്രേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോഴേ, അങ്ങനെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ കാണുമ്പോഴേ ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ വ്യക്തികളോട് നിങ്ങൾക്ക് ക്ഷമിക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ ക്ഷമിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അവരോട് ക്ഷമിക്കേണ്ടത് അവർക്ക് നല്ലതിനല്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ പാസ്റ്റിൽ നിന്ന്, നിങ്ങൾ ഈ അനുഭവിച്ച വിഷമത്തിൽ നിന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അതിനെ റിലീസ് ചെയ്ത് ഡിറ്റാച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനാണ് നിങ്ങളോട് അവരോട് ക്ഷമിക്കാനായിട്ട് പറയണേ. ഓക്കെ, അല്ലാണ്ട് നിങ്ങളുടെ വിശാല മനസ്സ് കാണിക്കാൻ ഒന്നുമല്ല. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഓക്കെ, അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇറിറ്റേഷൻ വരും. അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അവരോട് ക്ഷമിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ആ ഒരു എനർജിയിൽ നിന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം.